ബാലചന്ദ്രമേനോൻ വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ചോദ്യം അങ്ങളെ ഇത്? അത് അങ്കിളിനെ പോലെ ഒരാള് ഞങ്ങൾക്ക് വിളിച്ചതിനെ പോലെ അത്രയും റെസ്പെക്ടബിൾ ആയിട്ടുള്ള ആളോട് നിൽക്കുവനു അടങ്ങ്. ഞാനങ്ങനെ ചോദിച്ചു പോയി, എന്റെ തെറ്റ്. പക്ഷെ അതിന് അയാൾ പറഞ്ഞ മറുപടി പ്രസവിച്ചിട്ടുണ്ട്, ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു. ഇല്ലങ്ങളെ രണ്ടുതരം വിളിച്ച് അങ്ങനെ പറയോ? ഇല്ല. കൂടുതൽ ചോദിച്ചപ്പോ വേറൊരു കഥയും കൂടെ പറഞ്ഞു. വൈജയന്തി പ്രസവിച്ച കുഞ്ഞിനെ ഏതോ ഒരു ഓർഫണേജിന് ദാനം ചെയ്തൊന്നും 2 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞ് മരിച്ചുപോയത്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണമനു. ഗംഗേറിനെ ഫോണിൽ വിളിച്ചാൽ നിനക്ക്. ഞാൻ വിളിച്ച ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും അയാൾ ഫോൺ എടുക്കും. നിനക്ക് ഷോക്കായല്ലേ? അപ്പൊ വൈജയെ കല്യാണം കഴിച്ച് കഴിഞ്ഞ 22 വർഷം ആ ചതിയും വഞ്ചനയും അറിയാതെ ജീവിച്ചിരിക്കോ? ഞാൻ എന്താ ചെയ്യേണ്ടിരുന്നു മനു? നീ പറ. സോറി എനിക്കൊന്നും പറയാനില്ല. നിന്റെ അച്ഛൻ, കൊച്ചച്ഛൻ, മുത്തച്ഛൻ, വല്യച്ഛൻ ഇങ്ങനെ സകലരും ആ ചതിക്ക് കൂട്ടുന്നവരാ. മനു, നീ എന്തായാലും ഇത്രയും അറിഞ്ഞില്ലേ? ഇതുകൂടി അറിഞ്ഞിട്ട് പോ. അന്ന് വൈജയന്തി പ്രസവിച്ച് നിന്റെ മുത്തച്ഛനും രാവണി മേനോനും കൂടെ ഓർഫണേജിൽ ഉപേക്ഷിച്ച ആ കുഞ്ഞ ഇപ്പൊ ഇവിടെ എന്റെ മകളാന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിരിക്കുന്ന അലീന. നിന്റെ മുത്തച്ഛൻ അറിയായിരുന്നു അലീനാരാ. ബ്രിജിത്തമ്മയ്ക്ക് അറിയായിരുന്നു. എന്റെ കൃഷ്ണമോളോട് എനിക്ക് പറയേണ്ടി വന്നു. ഇപ്പൊ നീ പറഞ്ഞു. അലീനയ്ക്ക് അറിഞ്ഞുകൊണ്ട് ബലിയാടായവളാണ് അവൾ. ഞാനവിടെ എന്ത് ചെയ്യണമായിരുന്നു മനു? നീ പറ. വൈജയെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സോറി ഞങ്ങളെ. അന്ന് സ്നേഹനികേതനത്തിൽ പോയപ്പോ ഞാൻ നിന്നോട് പറഞ്ഞ വാചകം നിനക്ക് ഓർമ്മയുണ്ടോ? അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കൈതക്കൽ കുഞ്ഞിരാമ മേനോൻ മരണശയ്യെന്ന് എഴുന്നേറ്റ് കഴക്കൂട്ടം വരെ യാത്ര ചെയ്ത് വന്ന് ഹോംലെസിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ബ്രിജിത്തമ്മയ്ക്ക് ഡൊണേഷൻ കൊടുക്കണമെങ്കിലും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായിരിക്കുന്നു. അതിതായിരുന്നു അലീന. പണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തതാ കുഞ്ഞ് രാമമേനോൻ. അന്ന് ഞാൻ രൂപത്തിന് പറഞ്ഞതാണെങ്കിലും അതെത്ര ശരിയായി? നീ എന്നോട് പറഞ്ഞില്ലേ കള്ളക്കഥകൾ പറഞ്ഞ് ഞാൻ ഈ കുടുംബം തകർക്കാം. ഞാൻ കള്ളക്കഥ പറയുമ്പോഴാണോ ഈ കുടുംബം തകർന്നത്, അതോ സത്യം പറയുമ്പോഴാണോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. സോറി പറഞ്ഞില്ല ഞങ്ങളെ. ഇത്ര നാളും ഞാൻ വേറൊരു വിട്ടിയെ പോലെ. നിനക്ക് തീരുമാനിക്കാം എന്ത് വേണോന്ന്. വേണമെങ്കിൽ സത്യം വിളിച്ചു പറയാം. കൃഷ്ണമോളോട് ഞാൻ വിലക്കിയിട്ടില്ല, ആരോടും പറയരുതെന്ന്. പക്ഷെ അവക്കറിയാം എന്താണ് വേണ്ടതെന്ന്. എനിക്ക് മനസ്സിലായങ്ങളെ. ഞങ്ങളൊന്നും പറയണ്ട. പക്ഷെ എന്റെ അടുത്തൊന്നും ഇത്രയും കാലം മറച്ചു വെച്ചല്ലോ. അത് ഞാൻ എത്ര അടുപ്പം സ്നേഹം കാണിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും. അലീനെ കുറ്റം പറയണ്ട. ഞാൻ അറിയാതെ ഒരു ചെറുവിരൽ പോലും അവൾ അനക്കില്ല. നിങ്ങൾ ശരിക്കും അവളെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ? എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി വേണ്ടേ വരും. ഇല്ലെങ്കിൽ ഞാനിതൊക്കെ തച്ച് തകർത്തനെ. എനിക്ക് ഹലോ ശിവേട്ടാ, പറഞ്ഞോ. നീ എന്ത് ചെയ്യുവാ? ഞാൻ വീട്ടിലുണ്ട്. നിങ്ങള് ബാലേന്ദ്രനുമായിട്ട് നടത്തിയ മീറ്റിംഗിന്റെ വിവരം അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നില്ലേ? വന്നിട്ട് കുറെ നേരമായി. എന്നോടവൻ ഒന്നും പറഞ്ഞില്ലേ? എന്നോട് എന്നാ പറയാനാ? നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫോണിൽ കൂടി പറഞ്ഞാ പോരെ? പോരാ, നേരിട്ട് പറയേണ്ട കാര്യങ്ങളാ. ശരി, ഞാൻ വരാം. മനു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ശിവേട്ടാ. അവൻ അങ്ങോട്ടാണോ വന്നത്? അവൻ നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. നേരെ പോയി അലീനയെ കണ്ടു. അവളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. അവരിപ്പോ അവിടെ ഉണ്ടോ അതോ തിരിച്ചു പോന്നോ? ബാലേന്ദ്രനെ കാണാൻ വേണ്ടി മുകളിലോട്ട്. ഇവിടെ ഉണ്ട് ശിവേട്ടാ, മോളില് നിപ്പുണ്ട്. ഏതായാലും നീ ഇങ്ങ് വാ. ശരി ശിവേട്ടാ, നീ എന്നാ നോക്കി നിൽക്കുക? ഒന്നുമില്ല. ചേച്ചി എന്തോ ഞാൻ ട്യൂഷന് പോണേ. പോയിട്ട് ഇന്നെന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിയോടെ? ഒന്നുമില്ലടി മോളെ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. പോയിട്ടോ. അലീനെ, എന്തോ? ഞാൻ കൊല്ലപ്പള്ളി വരെ പോവുക. ഒരു കാര്യം നീ മനസ്സിലോട്ട് കുറിച്ചു വെച്ചോ. ഞാൻ തിരിച്ചു വരുന്ന സമയം എപ്പോഴാണോ അതുവരെ മാത്രമേ നീ ഈ വീട്ടിലുണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ വൈജയന്തി ഉണ്ടാവത്തുള്ളൂ. രണ്ടിലൊരാൾ. രണ്ടും കൂടി വേണ്ട. അലീനെ ചായ എടുത്തോ? ഇല്ല, പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിൽ അറിയത്തില്ലേ? എനിക്ക് ട്യൂഷന് പോകണ്ടേ? നിനക്ക് എന്നെ ഇവിടെ പണി. ഇപ്പൊ എടുക്കാം. ഇനി വേണ്ട, നീ തന്നെ ഉണ്ടാക്കി കുടി. എന്താ മനുവേട്ടാ, ചായ വേണോ? ഇപ്പൊ തരാവേ. 2 മിനിറ്റ്. വൈജയന്തി പ്രസവിച്ച് നിന്റെ മുത്തച്ഛനും രാവണി മേനോനും കൂടെ ഓർഫണേജിൽ ഉപേക്ഷിച്ച ആ കുഞ്ഞ അലീന. ബബിത ദേഷ്യപ്പെട്ടാ പോയെ. ട്യൂഷന് പോകാൻ നേരത്താണോ ചായ ചോദിക്കുന്നത്? 5 മിനിറ്റ് നേരത്തെങ്കിലും പറയണ്ടേ? അവൾക്ക് എപ്പോഴും ദേഷ്യം. അതൊക്കെ കൃഷ്ണമോള്. അവൾക്ക് ഈ വീട്ടിലെ ഏറ്റവും സ്നേഹം. എവിടെന്നെങ്കിലും കിട്ടും എനിക്ക് ഇത്തിരി സ്നേഹം. മനോട്ടാ, എന്താ പറ്റി? അച്ഛൻ എന്തേലും വഴക്ക് പറഞ്ഞോ? അലീന, ഞാനാ എന്നെങ്കിലും എന്നോട് പറ. അച്ഛൻ പറഞ്ഞോ? എനിക്ക് വേറെ ആരും പറയണ്ട. ഞാനല്ലേ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അല്ലേ? ഞാനല്ലേ ആദ്യം അറിയേണ്ടത് നീ ആരാണെന്ന് അല്ലേ? ഞാനല്ലേ നിന്റെ കൂടെ നിന്നത്. എന്നിട്ട് എന്നോട് മറച്ചു വെച്ചു. സോറി മനുവേട്ടാ, എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാ. സോറി. വന്നവരെല്ലാം പോയോ? അവരിപ്പോഴങ്ങ് പോയതേ ഉള്ളൂ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ശിവേട്ടനുണ്ട്. വാ പൈജെ ഇങ്ങോട്ട് വരി. പൈജെ, ഞങ്ങള് ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് ബാലേന്ദ്രൻ അവിടെ വന്ന് നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എന്നോടൊന്നും പറഞ്ഞില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല പൈജെ കാര്യങ്ങൾ. സംഗതി ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. സത്യം പറഞ്ഞ അലീനയുടെ കാര്യം ആദ്യമേ തന്നെ വിട്ടുകളയുന്നതായിരുന്നു നല്ലത്. അവൾ അവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞേനെ. ഇപ്പൊ എന്നാ പറ്റി? മണ്ണിനടി കിടന്ന ഞാഞ്ഞൂളിനെ മകുടി ഊതി രാജവെമ്പാലാക്കിയ അവസ്ഥയായി ഇപ്പോ. ശിവേട്ടൻ, ഞാൻ തീക്കനലിന് മേലെ നിൽക്കുക. ഒന്ന് തെളിച്ച് പറയോ? അവനുണ്ടല്ലോ ബാലേന്ദ്രൻ, അതിബുദ്ധിമാൻ. അലീനയെ കഴക്കൂട്ടത്തുനിന്ന് ഇവിടെ എത്തിച്ചത് ആരാണെന്നാ നിന്റെ വിചാരം? മനുവും ബാലേന്ദ്രനും കൂടെ. മനുവും ബാലേന്ദ്രനും കൂടെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ലോ, ആണോ? അല്ല, നമ്മുടെ അച്ഛനല്ലേ കഴക്കൂട്ടത്ത് പോയി അവളെ കണ്ട് ബോധിച്ച് ബുക്ക് ചെയ്തത്? അതിനു മുമ്പ് ഒരു കാര്യം നടന്നു, ഓർമ്മയുണ്ടോ? ചെയ്തു വെച്ച പാവം എന്നോട് ചെയ്ത ചതി കഴിഞ്ഞ 22 വർഷമായിട്ട് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചന. ആ ചതിയുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കും കുഞ്ഞെ? നീ ഓർഫനേജിൽ വളർന്നു, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഞാനും നീയും ഈ വീട്ടിൽ ഒത്തുപോകത്തില്ല. അത് ഞാൻ ഉറപ്പിച്ചു.